കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തീയ ജലസ്നാനം എന്ന ഈ പഠന പരമ്പരയിലെ 8ാമത്തെ ക്ലാസ്സിലാണ് ഇന്ന് നാം ആയിരിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ സ്നാനം എന്ന വിഷയമാണ്. അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 9ാം അധ്യായത്തിൽ ദമസ്കോസിൽ വെച്ച് കർത്താവ് പൗലോസിനെ വിളിക്കുകയും തൽഫലമായി താൻ സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ജലസ്നാനം ഇന്ന് രക്ഷയ്ക്ക് ആവശ്യമില്ല എന്ന് പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളെ ആസ്പദമാക്കി അതിനെ ഉദ്ധരിച്ചുകൊണ്ട് നാം പഠിപ്പിക്കുമ്പോൾ നമുക്കെതിരായി ഈ വിഷയം മനസ്സിലാകാത്ത മറ്റുള്ള ജനം കൊണ്ടുവരുന്ന ഒരു വെല്ലുവിളിയാണ്, ഒരു ആക്ഷേപമാണ്. പിന്നെ എന്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ജലസ്നാനം സ്വീകരിച്ചു എന്നുള്ളത്. ആ വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത്. അത് അല്പമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനു മുൻപായിട്ട് ഇതോടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിച്ച വേറൊരു ചോദ്യത്തിന് പെട്ടെന്ന് ഒന്ന് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. ചോദ്യം ഇതായിരുന്നു: സ്നാനം സ്വീകരിച്ചത് തെറ്റാണോ? ജലസ്നാനം സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? മറുപടി ഇതാണ്: സ്നാനം സ്വീകരിച്ചത് ഒരു തെറ്റല്ല. നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ഇതുപോലുള്ള പല ഉപദേശങ്ങളുമുണ്ട്. അതൊരു തെറ്റായിട്ട് നമുക്ക് കണക്കാക്കുവാനായിട്ട് കഴിയത്തില്ല. എൻ്റെ പേഴ്സണൽ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 സ്നാനം സ്വീകരിച്ച ആളാണ്. ശിശുസ്നാനം മാർത്തോമാ സഭയിലായിരുന്നപ്പോഴും എൻ്റെ 20ാമത്തെ വയസ്സിന് ശേഷം പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ വിശ്വാസ സ്നാനം അല്ലെങ്കിൽ മുതിർന്ന സ്നാനം പെന്തക്കോസ്ത് വിശ്വാസത്തിലും സ്വീകരിച്ച ഒരാളാണ്. ഒരു വ്യക്തി കാര്യങ്ങളെ വേണ്ടും വണ്ണം ഗ്രഹിക്കാതെ സ്നാനം സ്വീകരിച്ചു എന്നത് ഒരു തെറ്റല്ല. എന്നാൽ ഒരു സഭ ആ സ്നാനത്തിന്റെ ഉപദേശത്തെ ഉപദേശമായിട്ട് സ്വീകരിക്കുകയും അലംഘനീയമായ കൽപ്പനയായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. നമ്മെ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷെങ്കിൽ ഈ പറയുന്നതിന്റെ അർത്ഥം അല്ലെങ്കിൽ മനസ്സിലായെന്ന് വരത്തില്ല. ഇതൊരു അതിശയമായിട്ട് ഒരു പക്ഷെങ്കിൽ തോന്നിയേക്കാം. ഇത് 8ാമത്തെ ക്ലാസ്സിലാണ് സ്നാനത്തിനോടുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുന്നത്. മുന്നേ നടന്ന ക്ലാസ്സുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ ജലസ്നാനം സ്വീകരിക്കുന്നത് ഒരു തെറ്റാണ് എന്ന് നമ്മൾ പഠിപ്പിക്കാൻ കാര്യം എന്ന് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലാകും. ജലസ്നാനം തെറ്റാണ്, അത് ക്രിസ്തീയ ഉപദേശമല്ല എന്ന് പറയാൻ കാര്യം ആ പഠിപ്പിക്കലിലൂടെ ആക്ച്വലി ക്രിസ്തീയ ഉപദേശം എന്താണ്, ക്രിസ്തീയ സുവിശേഷം എന്താണെന്ന് ജനം അറിയുവാൻ കഴിയാതെ അതിൻ്റെ മുമ്പിൽ വാതിൽ കൊട്ടി അടയ്ക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ചിരിക്കുന്ന രക്ഷണ്യ പ്രവൃത്തിയിലൂടെയാണ് നാം ഇന്ന് രക്ഷിക്കപ്പെടുന്നത്. അതാണ് ക്രിസ്തീയ മാർഗത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ ജലസ്നാനത്തിലൂടെ നാം രക്ഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇതൊരു അലംഘനീയമായ കൽപ്പനയാണ്, ഇത് സ്വീകരിച്ചില്ലെങ്കിൽ നരകയോഗ്യരായി പോകും എന്നുള്ള ഈ പഠിപ്പീര് വന്നു കഴിഞ്ഞാൽ ക്രിസ്തീയ ഉപദേശം എന്താണെന്നേ ജനം അറിയാതെ പോകുവാനായിട്ട് ഇടയാകുന്നു. ക്രൂശിലൂടെ തുറന്ന രക്ഷണ്യ പ്രവൃത്തി അർത്ഥമില്ലാത്തതായിട്ട് പോകുന്നു, ക്രൂശ് വ്യർത്ഥമായി പോകുന്നു. കർത്താവ് കാൽവറിയിലൂടെ നിവർത്തിച്ചിരിക്കുന്ന രക്ഷണ്യ പ്രവൃത്തി, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ കർത്താവിനോട് നിരപ്പ് പ്രാപിക്കുകയും അതിലൂടെ നാം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്ന സുവിശേഷമാണ് ക്രിസ്തീയ സുവിശേഷം അല്ലെങ്കിൽ ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത്. ഈ ജലസ്നാനത്തിന്റെ ഉപദേശം ഇരുന്നു കഴിഞ്ഞാൽ ക്രൂശ് വ്യർത്ഥമായി പോവുക, കാൽവറി ക്രൂശിന് അർത്ഥമില്ലാതെ പോവുക. കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെട്ടതിൽ ഒരു അതിന്റെ മഹത്വം മുഴുവനും സ്നാനം കവരുകയാണ്, അല്ലെങ്കിൽ ഈ ജലസ്നാനം കവരുകയാണ്. അത് കാരണം നാം രക്ഷിക്കപ്പെടുന്ന സുവിശേഷം എന്താണെന്ന് ജനം അറിയാതെ പോവുകയും തെറ്റായ പഠിപ്പിക്കലുകൾക്ക് സഭ എന്ന പ്രസ്ഥാനം വാതിൽ തുറന്നിട്ട് കൊടുക്കുകയും ചെയ്യുകയാണ്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ അത് മനസ്സിലാക്കി തരുവാനായിട്ട് ശ്രമിക്കാം. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ ഒരു യാത്രികൻ ഇരുന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ തൻ്റെ സഹയാത്രികന് അല്ലറ ചില്ലറ ബുദ്ധിമുട്ടുകൾ തന്നെ കൊണ്ടുണ്ടാക്കും. അതായത് ഉറങ്ങി അദ്ദേഹത്തിന്റെ തോളിലേക്ക് വീഴുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുകയും മുട്ടുകയും ഒക്കെ ചെയ്യുന്ന സാരമായ പ്രശ്നങ്ങൾ സഹയാത്രികൻ ഉണ്ടാകും എന്നതൊഴിച്ചാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ ആ ബസ്സിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയാലത്തെ സ്ഥിതി എന്താണെന്ന് ആലോചിച്ചേ. അധികം താമസിക്കാതെ ചില മിനിറ്റുകൾക്കകം തന്നെ ആ ബസ് പോയി വേറെ ഏതെങ്കിലും വാഹനങ്ങളുമായിട്ട് കൂട്ടിയിടിക്കുകയോ ഏതെങ്കിലും കൊക്കയിലേക്ക് മറിയുകയോ ചെയ്തിട്ട് അതിലിരിക്കുന്ന മിക്ക പേരും ജീവഹാനി വരുന്ന രീതിയിലുള്ള വലിയ അപകടങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം അത് കാരണമായി തീരും. കാര്യം ഇവിടെ ഉറങ്ങിയിരിക്കുന്നത് ബസിന്റെ ഡ്രൈവറാണ്. എന്ന് പറഞ്ഞതുപോലെ ഒരാള് കാര്യങ്ങളെ ഗ്രഹിക്കാതെ സ്നാനപ്പെട്ടതുകൊണ്ട് ഒരു പക്ഷെന്നുണ്ടെങ്കിൽ ആ സഭയിൽ ഇരിക്കുന്നവർക്കോ അല്ലെന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിലുള്ളവർക്കോ അല്ലറ ചില്ലറ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് ഒഴിച്ചാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ ആ സഭ സ്നാനം ഒരു ഉപദേശമായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ ഗുരുതരമായ തെറ്റിലേക്ക് കാര്യങ്ങൾ പോകുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ
ഇവിടെ ഒരു വ്യക്തി സ്നാനം സ്വീകരിക്കുന്നതും ഒരു സഭ സ്നാനം ഒരു ഉപദേശമായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നത്, ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജലസ്നാനത്തിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഒട്ടും കുറച്ച് കാണുന്നു എന്ന് നിങ്ങൾ തെറ്റായിട്ട് ധരിക്കരുത്. പക്ഷെ ആവശ്യമില്ലാത്തയിടത്ത് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ നാം എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഗുരുതരമായ തെറ്റാണ്. അത് ഭയങ്കരമായ തെറ്റായ ഉപദേശത്തിലേക്ക് സഭയെ നയിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഞാൻ ചുരുക്കമായിട്ട് ആ വിഷയം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതിനുശേഷം ഞാൻ പൗലോസ് അപ്പോസ്തലന്റെ സ്നാനത്തെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. ഇന്ന് നാം ഒരു ആട്ടിൻകുട്ടിയെയോ ഒരു കാളക്കിടാവിനെയോ യാഗം അർപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് പാപമോചനത്തിനായിട്ട് നിങ്ങൾ ഒരു ആടിനെ യാഗം അർപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് തെറ്റാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ മറുവില യാഗമായിരിക്കുക. നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് ഒരു പാപ പരിഹാര യാഗം, ഒരു പ്രോപ്പിച്ചിയേഷൻ ഡെത്ത് കർത്താവ് സ്വീകരിച്ചിരിക്കുക. അതിനെ അവഗണിച്ചുകൊണ്ട് നാം ഇന്നൊരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് യാഗം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്യുന്നോ ആ തെറ്റാണ് നിങ്ങൾ ഇന്ന് സ്നാനം അല്ലെങ്കിൽ ജലസ്നാനം സ്വീകരിക്കുമ്പോൾ ചെയ്യുന്നത്. സിമിലർ തെറ്റാണ് ഇന്ന് ആ ചെയ്യുന്ന ജലസ്നാനത്തിലൂടെ നിങ്ങൾ ചെയ്തെടുക്കുന്നത്. ജലസ്നാനം അവർക്ക് കൊടുത്തിരുന്ന ഉപദേശമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. മാനസാന്തരപ്പെട്ട ഒരാൾ മടങ്ങി വരുന്നതിന്റെ ഭാഗമായി ദൈവം യഹൂദന് കൊടുത്തിരുന്ന അലംഘനീയമായ കൽപ്പനയുടെ ഭാഗം തന്നെയാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ മാനസാന്തരപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് മടക്കി വരുത്തുന്ന ഒരു ദൈവിക പദ്ധതിയാ ദൈവം അവരോട് പ്രസംഗിച്ച്, മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അവർ ദൈവത്തിൽ നിന്നും അകന്ന് അന്യ ദൈവങ്ങൾക്ക് പുറകെയും അന്യ ആരാധനയ്ക്ക് പുറകെയും പോയവരെല്ലാം മടങ്ങി വന്ന് റിസ്റ്റോർ യുവർ സെൽഫ്, മാനസാന്തരപ്പെട്ട് മടങ്ങി വരികയും അങ്ങനെ മാനസാന്തരപ്പെട്ടവരെ ജലസ്നാനം സ്വീകരിക്കുകയും ചെയ്യുവാനായിട്ട് ദൈവം അവരോട് കൽപ്പിച്ചിരിക്കുന്ന ഒരു കൽപ്പനയുടെ ഭാഗമാണ്. കർത്താവെ, ഞങ്ങൾ നിങ്ങളിലേക്ക് മടങ്ങി വരേണ്ടത്, ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ, അവരുടെ പ്രാർത്ഥനയാണ്. അങ്ങനെ മടങ്ങി വരുന്നവരെ ജലസ്നാനം കൊടുത്ത് അവരെ ക്ലെൻസ് ചെയ്ത് അവര് ദൈവത്തോട് ചേർന്ന് വരികയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവരുടെ മേൽ വരികയും ഒക്കെ ചെയ്യുന്നത് അവരോട് ചെയ്തിരുന്ന എക്സ്ക്ലൂസീവ്ലി അവർക്ക് വേണ്ടി ദൈവം കൊടുത്തിരുന്ന ദൈവിക കൽപ്പനയാണ്. അത് യഹൂദനോടുള്ള നിയമമാണ്. എന്നാൽ അതല്ല ക്രിസ്തീയ വിശ്വാസം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് അതിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പഠിപ്പിച്ചിരിക്കുന്നതിനാൽ ഇതിലെ തെറ്റെന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. നിങ്ങൾ ശാന്തമായിട്ട് ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 പുസ്തകങ്ങളിൽ എന്ത് ജാതീയ ഉപദേശം, ജാതികൾ രക്ഷിക്കപ്പെടുന്ന എന്ത് കാര്യമാണ് ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം. ആ മത്തായി 1 ആരംഭിക്കുന്നത് തന്നെ അബ്രഹാമിന്റെ വംശാവലിയിൽ ദാവീദിന്റെ പുത്രനായിട്ട് യേശു ക്രിസ്തുവിന്റെ വംശാവലി ആരംഭിക്കുക. അത് യഹൂദനോട് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളും അവരോടുള്ള കൽപ്പനകളുടെ നിവർത്തീകരണവും അവിടെ നടക്കുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ലോകത്തിലെ മിനിസ്ട്രിയുടെ അക്കൗണ്ട് പറഞ്ഞിരിക്കുന്ന 4 അതിമനോഹരങ്ങളായ സുവിശേഷ പുസ്തകങ്ങളാണ്. അതല്ല ക്രിസ്തീയ വിശ്വാസം. കർത്താവ് സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല. ഇസ്രായേലിൽ യഹൂദന്റെ രാജാവായി പിറന്നവൻ എവിടെ? കർത്താവ് അവരുടെ ഇടയിൽ പിറക്കുകയാണ്. ഇസ്രായേലിൽ, യെരുശലേമിൽ, യഹൂദിയയിൽ കർത്താവ് ഈ സുവിശേഷം അവരോട് പ്രസംഗിക്കുകയാണ്. സ്പെസിഫിക്കലി, എക്സ്ക്ലൂസീവ്ലി അവരോട് ഇടപെടുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന 4 സുവിശേഷങ്ങളാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതിനെല്ലാം നമ്മൾ ക്രിസ്തീയ ഉപദേശമാക്കി മാറ്റിയിരിക്കുന്നതിനാൽ ഈ സത്യം എന്താണെന്ന് നമ്മൾ അറിയാതെ പോയിരിക്കുക. ഇതൊരു വലിയ വിഷയമാണ്. ഒറ്റ എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിനെ മനസ്സിലായി എന്ന് വരത്തില്ല. വരുന്ന ക്ലാസ്സുകളിൽ കൂടി നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ, നമ്മുടെ ബൈബിൾ ക്ലാസ്സുകളിലൂടെ ഒക്കെ ഈ വിഷയത്തിന്റെ ആധികാരികത നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും കഴിയും. യഹൂദിയ വിശ്വാസം അല്ല ക്രിസ്തീയ വിശ്വാസം. ഇവിടെ ഒരു വസ്തുത നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ പറഞ്ഞു തരാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ലോകത്തിലെ ശുശ്രൂഷ വേളയിൽ യഹൂദന്മാര് അല്ലെങ്കിൽ യഹൂദിയ വിശ്വാസം 2 തട്ടിലേക്ക് മാറുകയാണ്, 2ആയിട്ട് മാറുകയാണ്. ഒന്നാണ് അവരുടെ ആ പരമ്പരാഗതമായ യഹൂദന്മാരുടെ ആ ഒരു വിശ്വാസം, അല്ലെങ്കിൽ ട്രഡീഷണൽ ജൂ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. ഞാനൊരു പിക്ചർ ഒന്ന് കാണിച്ച് നിങ്ങളെ അത് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. പരമ്പരാഗതമായിട്ട് നമ്മൾ കാണുന്ന യഹൂദന്മാരുടെ ഒരു ഗ്രൂപ്പാണ് ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു പിക്ചർ. ഇവര് ശാസ്ത്രിമാരും പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും പരീശന്മാരും ഒക്കെ അടങ്ങുന്ന ഒരു പരമ്പരാഗതമായ യഹൂദിയ വിശ്വാസമാണ് ട്രഡീഷണൽ ജൂ എന്ന് പറയുന്നത്. ഇവർ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചിരുന്നില്ല.
കർത്താവിന്റെ ഉപദേശം സ്വീകരിച്ചില്ല. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ മുഴുവനും ഇവർ കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ട് കർത്താവിനോട് കൂടെ കൂടുകയായിരുന്നു. കർത്താവിനെ പിടിക്കുവാനായിട്ടും അവനെ തെറ്റ് കണ്ടുപിടിക്കുവാനായിട്ടും അവന്റെ പുറകെ കൂടിയിരുന്നവരാണ്. ഇവരാണ് കർത്താവിനെ അവസാനം ക്രൂശിക്കുവാനായിട്ട് പിലാത്തോസിന്റെ അടുക്കൽ ആ അപ്പീലുമായിട്ട് എത്തുന്നത്. മഹാപുരോഹിതനും ശാസ്ത്രിമാരും പരീക്ഷ പ്രമാണിമാരും ഒക്കെ അടങ്ങുന്ന 90% യഹൂദന്മാരും ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവരാണ്. ഇവർ യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ സ്വീകരിച്ചിരുന്നവരല്ല. എന്നാൽ വേറൊരു ഗ്രൂപ്പ്, ഇതാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതിനെയാണ് ചെറിയ കൂട്ടം അല്ലെങ്കിൽ ലിറ്റിൽ ഫ്ലോക്സ് എന്ന് പറയുന്നത്. ഇവര് യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിച്ചിരുന്നവരാ. അതായിരുന്നു അവരുടെ സുവിശേഷം. പത്രോസ് അപ്പോസ്തലനൊക്കെ പറയുന്നത്, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞങ്ങൾ അറിയുന്നു. മോശയും ഫിലിപ്പോസും ഒക്കെ മോശയും അപ്പോസ്തല പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞിരുന്നവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ലിറ്റിൽ ഫ്ലോക്സ് അല്ലെങ്കിൽ ചെറിയ കൂട്ടം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ ഈ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ, ഗിരിപ്രഭാഷണവും സ്വർഗരാജ്യവും ഒക്കെ ശിരസ വഹിച്ച ഒരു ഗ്രൂപ്പാണ് ഈ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരും അവരോട് ചേർന്നുണ്ടായിരുന്ന ഈ ലിറ്റിൽ ഫ്ലോക്സ് എന്ന് പറയുന്ന ചെറിയ കൂട്ടം. ഇവരോടാണ് കർത്താവ് പറയുന്നത്, ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട. ബൈബിളിലെ ഒരു വാക്യം കാണിക്കാം. ചെറിയ കൂട്ടമേ, ലൂക്കോസിന്റെ സുവിശേഷം 12-32 ഈ ചെറിയ കൂട്ടത്തോടാ പറയുന്നത്, ചെറിയ ആട്ടിൻ കൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ മഹാപുരോഹിതനും ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ അടങ്ങുന്ന ഗ്രൂപ്പിലല്ല ദൈവം പ്രസാദിച്ചത്. Fear not, little flock, for it is your father's good pleasure to give you the kingdom. ഈ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു സ്വർഗീയ പദ്ധതി ദൈവം ഇവർക്ക് കൊടുക്കാൻ പ്രസാദിച്ചിരിക്കുക. അങ്ങേ തലയ്ക്കൽ നിൽക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ്, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ അടങ്ങുന്ന ഒരു രാഷ്ട്രീയ വലിയ ഗ്രൂപ്പാണ് ആ ഒറിജിനൽ ട്രഡീഷണൽ യഹൂദൻ എന്ന് പറയുന്നത്. എന്നാൽ ദൈവം പ്രസാദിച്ചിരിക്കുന്നത് ഈ ചെറിയ കൂട്ടത്തിലാണ്. ഇങ്ങനെ 2 തട്ടിലായിട്ട് ഇവർ തിരിഞ്ഞിരിക്കുക. ഈ രണ്ടാമത്തെ ഗ്രൂപ്പാണ് വാഗ്ദത്ത ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇവരിലാണ് ദൈവം പ്രസാദിച്ചിരിക്കുന്നത്. ഇവരുടെ മേലാണ് ദൈവം പരിശുദ്ധാത്മാവിനെ വാഗ്ദത്ത പ്രകാരം അയക്കുന്നത്. ഇവർ മുഖേന ഈ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അല്ലെങ്കിൽ ആ ഒന്നാമത്തെ ഗ്രൂപ്പ്, ആ ട്രഡീഷണൽ ജൂ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് മുഴുവനും ഇവരിൽ കൂടി ഈ രക്ഷാ പദ്ധതി മനസ്സിലാക്കണമെന്നും അവരെല്ലാവരും യെരുശലേം ആദ്യം രക്ഷിക്കപ്പെടണം, യഹൂദ മുഴുവനും രക്ഷിക്കപ്പെടണം, ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടണം, അതിനുശേഷം ഉലകം മുഴുവൻ ചിതറിക്കിടക്കുന്ന യഹൂദന്മാർ ഈ രക്ഷാ സന്തോഷം അറിയുകയും അതിലേക്ക് അവർ ദൈവത്തെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്യണം. ഇതായിരുന്നു ദൈവിക പദ്ധതി. എന്നാൽ അവരാരും കർത്താവിനെ രക്ഷിതാവായിട്ട് അംഗീകരിച്ചില്ല. വളരെ ചുരുക്കം പേര് മാത്രമേ ഈ ഒരു രക്ഷാ പദ്ധതിയിലേക്ക് വന്നുള്ളൂ. അവര് ദൈവത്തിനെതിരായിട്ട് തിരികുകയും പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച ദൈവസഭയെ ഉപദ്രവിക്കുകയും ഈ 12 അപ്പോസ്തലന്മാരെ പിടിച്ച് ജയിലിലിടുകയും ചിലരെ തലവെട്ടി കൊന്നുകളയുകയും അങ്ങനെ ദൈവിക പദ്ധതിക്ക് എതിരായിട്ട് തിരികുകയും പരിശുദ്ധാത്മാവിനെതിരെ കൂടെ ദൂഷണം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ദൈവം താൽക്കാലികമായിട്ട് അവരെ കൈവിടുവാനായിട്ട് ഇടയായി തീർന്നു. അവരുടെ തലമുറയിൽ തന്നെ കർത്താവ് മടങ്ങി വരുമെന്നും, നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെ ചുറ്റി സഞ്ചരിക്കുന്നതിന് മുൻപായിട്ട് തന്നെ, ഈ തലമുറ ഒഴിഞ്ഞു പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഞാൻ രാജാവായിട്ട് മടങ്ങി വരുമെന്ന് കർത്താവ് പറഞ്ഞ ആ പദ്ധതി ദൈവം ഹോൾഡ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. കഴിഞ്ഞ 2000 വർഷമായിട്ട് ആ പദ്ധതി നിറവേറിയിട്ടില്ല. ആ 7 വർഷത്തിനിടയിൽ നടക്കുമെന്ന് പറഞ്ഞിരുന്നതും പ്രവാചകന്മാർ മുഖാന്തരം വ്യക്തമായിട്ട് പ്രവചിച്ചിരുന്നതുമായ ആ വിഷയം ഹോൾഡ് ചെയ്യുവാനായിട്ടിടയായി. ഇവിടെ ഒരു പുതിയ കാലഘട്ടം അല്ലെങ്കിൽ അതിനുശേഷം ഒരു പുതിയ യുഗപ്പിറവി ആരംഭിക്കുവാനായിട്ടിടയായി. അതിനായിട്ട് ദൈവം സ്വർഗത്തിൽ നിന്നൊരു അപ്പോസ്തലനെ അപ്പോയിന്റ് ചെയ്യുകയും ഇവിടെ കൃപായുഗം അല്ലെങ്കിൽ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു ടൈം പീരീഡ് ആരംഭിക്കുകയും ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന അന്ന് വരെ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു ക്രിസ്തീയ പദ്ധതി ഇവിടെ ആരംഭിക്കുകയും ചെയ്യുവാനായിട്ടിടയായി. ഈ ഒരു പുതിയ രക്ഷാ പദ്ധതിക്കായിട്ട് ദൈവം അപ്പോസ്തലനായ പൗലോസിനെ അതിനുവേണ്ടി അപ്പോയിന്റ് ചെയ്യുകയാണ്. ജാതികളുടെ അപ്പോസ്തലൻ എന്ന നിലയിൽ കർത്താവ് ഒരു അപ്പോസ്തലനെ ഇതിനായിട്ട് പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്യുക. 12 അപ്പോസ്തലന്മാർ നിൽക്കുകയാണ്. വേറെ ഒരാളെ ദൈവം ഈ പുതിയ പദ്ധതിക്ക് വേണ്ടി എടുക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും 2 ദൈവിക പദ്ധതികളാണ്. ഇറ്റ് ഈസ് 2-fold പർപ്പസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന 2 പദ്ധതികളാണ്. ഈ 12 പേര് കഴിവില്ലാത്തവർ
കഴിവുള്ളവരായിട്ടല്ല, ഒരു കഴിവിൻ്റെയും ആവശ്യം ഇവിടെ ഇല്ല. കാര്യം പരിശുദ്ധാത്മാവിനാൽ അവർ നിറയപ്പെട്ടിരിക്കുന്നത്. അവർക്ക് മോശയ്ക്ക് വിക്കനായ മോശയെ ഒരു ജനസമൂഹത്തെ മുഴുവനും വിടുവിക്കുവാനായിട്ട് മോശയെ ഉപയോഗിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ 3.5 വർഷം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന് എല്ലാ കാര്യങ്ങളും കാണുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത 12 അപ്പോസ്തലന്മാരെ നീക്കുകയും അവരുടെ മേൽ പരിശുദ്ധ ആത്മാവിനെ പകർന്നിട്ട് ഈ ഈ മലയോട് ഇവിടുന്ന് കടലിൽ പോയി വീഴാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ നിങ്ങളാൽ സംഭവിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ട് ഉലകം മുഴുവനും പോയി സുവിശേഷം അറിയിക്കാനുള്ള പവർ കൊടുത്ത് സ്വർഗത്തിലും ഭൂമിയിലും എല്ലാം പാപം മോചിക്കാൻ വരെയുള്ള അധികാരം കൊടുത്ത് അവരെ ദൈവം അയക്കുക. അവർക്ക് ഒരു കഴിവുകേടും ഉണ്ടായിട്ടല്ല 13ാമത് വേറൊരാളെ വിളിക്കാൻ കാര്യം. അതൊരു പുതിയ പദ്ധതിയാണ്. അതും ഇവരുമായിട്ട് ബന്ധമുള്ള പദ്ധതിയല്ല. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് യഹൂദിയ പദ്ധതിയും ക്രിസ്തീയ പദ്ധതിയും. ആ ക്രിസ്തീയ പദ്ധതി എന്താണെന്നേ നമുക്കിന്ന് അറിയാതെ നാം തെറ്റിന്റെ പുറത്ത് തെറ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ രക്ഷാ പദ്ധതി കർത്താവിന്റെ കാൽവറി ക്രൂശും മറുവിലയാകവും അതിലൂടെ ഒഴുകിയിരിക്കുന്ന രക്തവും അതിലൂടെയുള്ള വീണ്ടെടുപ്പാണ്. അതിൽ വിശ്വസിക്കുന്നവർക്ക് ആർക്കും എല്ലാവർക്കും രക്ഷ ലഭിക്കുന്ന, സകല മനുഷ്യർക്കും രക്ഷ ലഭിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. അതിനെയാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ക്രിസ്തീയ മാർഗമാണ്. ഇത് പോളിനെ വിളിച്ചതിന് ശേഷം ദൈവം ആരംഭിച്ചിരിക്കുന്ന ഒരു പുതിയ പദ്ധതിയാണ്. എന്നാൽ ഈ പദ്ധതി സാത്താന് ഏറ്റവും എതിരായിരിക്കുന്ന ഒരു പദ്ധതി, ഏറ്റവും എന്താ പറയുന്നത്, ബദ്ധവിരോധിയായി തീർന്നിരിക്കുന്ന, സാത്താനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിരോധമായി തീർന്നിരിക്കുന്ന ഒരു വിളിയും തെരഞ്ഞെടുപ്പുമായി ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാത്താന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അല്ലെങ്കിൽ ഏറ്റവും വലിയ അമളിയാണ് ഈ ക്രൂശ്, കർത്താവിന്റെ കാൽവറി ക്രൂശ് എന്ന് പറയുന്നത്. അവൻ പേഴ്സണലായിട്ട് സാത്താൻ ഇടപെട്ട് നിവൃത്തിയാക്കിയ ഒരു കാര്യമായി കാൽവറി ക്രൂശ്. അത് അവന് പറ്റിയ ഏറ്റവും വലിയ അമളി, അവന്റെ തലയിൽ അടിച്ച ആണി മാതിരി ഏറ്റവും വലിയൊരു അമളിയാണ് ഈ കാൽവറി ക്രൂശ് എന്ന് പറയുന്നത്. ആ കാൽവറി ക്രൂശിലൂടെ വിശ്വസിക്കുന്ന സകല മനുഷ്യർക്കും രക്ഷാകരമായി ദൈവകൃപ ഉദിച്ചു എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി ആരംഭിച്ചിരിക്കുന്നതിന്റെ ഉറവിടമായി കാൽവറി ക്രൂശും അതിലൂടെ നിവൃത്തിയായിരിക്കുന്ന രക്ഷണീയ പ്രവൃത്തി. അതുകൊണ്ട് തന്നെ സാത്താൻ ഇതിനെ കടക വിരുദ്ധമായിട്ട്, ഇതിനെതിരായിട്ട് അന്ന് മുതൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ആ സത്യം നമ്മൾ അറിയാതിരിക്കാൻ അവനാൽ ആവോളം അവൻ അധ്വാനിച്ചുകൊണ്ടിരിക്കുക. 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ പെട്ടെന്നൊന്ന് കാണിച്ച് ആ വിഷയത്തിന്റെ സീരിയസ്നെസ് ഒന്ന് മനസ്സിലാക്കി ഈ വിഷയം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് കാണിക്കാൻ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. ആ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത് കണ്ടോ? 7-ാമത്തെ വാക്യം 8-ാമത്തെ വാക്യം ചേർന്ന് കാണിക്കാം. 7-ാമത്തെ വാക്യത്തിൽ പറയാ, ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി, അതായത് ഉലകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ നമ്മുടെ തേജസ്സിനായി ദൈവം മുൻ നിയമിച്ചിരുന്നതും എന്നാൽ മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ ഈ മർമ്മമായിട്ട് ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. അതെന്താണെന്ന് അടുത്ത വാക്യത്തിൽ പറയുക. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരെന്ന് പറയുന്നത് സാത്താനെയായി ഈ പറയുന്നത്. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. കണ്ടോ, ഇവിടെ പറയുകയാണ്, ഹാഡ് ദേ നോൺ ഇറ്റ്. ഇത് കണ്ടോ, 2-ാമത്തെ ലൈൻ കണ്ടോ, ഫോർ ഹാഡ് ദേ നോൺ ഇറ്റ് they would not have crucified the Lord of glory. അവരറിഞ്ഞിരുന്നു, അവർക്ക് അറിയാതെ പറ്റിപ്പോയി ഏറ്റവും വലിയൊരു അബദ്ധമായത്. ഇൻ കേസ് ഇതിൽ കൂടെ ഒരു വലിയ രക്ഷാ പദ്ധതി ആരംഭിക്കുന്നു. കർത്താവിന്റെ ദേഹം എന്ന തിരശീല ചീന്തി ക്രിസ്തീയ മാർഗം വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷ ലഭിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതി ആരംഭിക്കുന്നു എന്ന് സാത്താൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, തീത്തോസ് 2:11 ഞാനൊന്ന് കാണിക്കാം. തീത്തോസ് 2:11 പറയുന്നുണ്ടോ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. പൗലോസ് അപ്പോസ്തലനോട് എഴുതിയിരിക്കുന്ന ലേഖനങ്ങളാണ്. For the grace of God that bringeth salvation hath appeared to all men. ഇത് സാത്താൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ആ ക്രൂശ് അവന് പറ്റി ഏറ്റവും വലിയൊരു അബദ്ധമാണ്. അതിൽ കൂടെ ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് ക്രിസ്തീയ മാർഗം. അത് ഉലകത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. 26-ാമത്തെ വാക്യം, ഈ കൊലോസി ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം കണ്ടോ, അത് പറയുകയാണ്, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ ഇത്? അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം. ഇത് ഒരു മനുഷ്യർക്കും അറിയത്തില്ലായിരുന്നു.
ഒരു പ്രവാചകനും ഒരു പിതാക്കന്മാർക്കും ഒരു അപ്പോസ്തലനും ഇത് അറിയത്തില്ലായിരുന്നു. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം. എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ കൂടെ ഇത് വെളിപ്പെടുത്തിയിരിക്കുക. എഫേസ്യ ലേഖനം 3-ാം അധ്യായം. ഇത് സാത്താനായിട്ട് സ്വർഗത്തിലുള്ള ഒരു ദൂതന്മാർക്ക് പോലും ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഇത് ദൈവത്തിനല്ലാതെ വേറെ ഒരുത്തർക്കും അറിയത്തില്ല. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം അവിടെ പറയാണ്, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ആ ബഹുവിധമായ ജ്ഞാനം, ദൈവം എന്താണ് ദൈവത്തിന്റെ ആ ബഹുവിധമായ ജ്ഞാനമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആ കാൽവറിയിൽ നിവർത്തിച്ച നിർണയം എന്തായിരുന്നു? ആ നിറവേറിയത് ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ എടുത്തിരുന്ന ഒരു നിർണയമാണ്. അതെന്തായിരുന്നു എന്ന് സഭ മുഖാന്തരം ഇന്ന് ക്രിസ്തീയ സഭ അല്ലെന്നുണ്ടെങ്കിൽ ആ സത്യ സുവിശേഷം ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയെ കാണുമ്പോഴാണ് സ്വർഗത്തിലുള്ള ദൂതന്മാർക്ക് തന്നെ ഇത് എന്തായിരുന്നു ദൈവം ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ തീരുമാനിച്ചിരുന്നത് എന്നുള്ള ആ ഒരു മർമ്മം ഇന്ന് മനസ്സിലാകുന്നത്. സഭ മുഖാന്തരം അറിയായി വരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതാ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. ഇത് യഹൂദിയ വിശ്വാസമല്ല. ഇതിന്റെ ഉപദേശം വേറെയാണ്, ഇതിന്റെ സുവിശേഷം വേറെയാണ്, ഇതിന്റെ പ്രത്യാശ വേറെയാണ്, ഇതിന്റെ വാഗ്ദത്തം വേറെയാണ്. ഇത് രണ്ടും കൂടെ കുഴയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര തെറ്റിലേക്ക് പോകുന്നതിനിടയായി തീരും. ഈ വിഷയം മനസ്സിലായി കഴിഞ്ഞപ്പോൾ കർത്താവ് കാൽവറിയിലൂടെ നിവർത്തിച്ച ആ ഒരു രക്ഷണ്യ പ്രവൃത്തി അന്ന് മുതൽ സാത്താന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുക. അവന്റെ സ്വർഗസ്ഥലങ്ങളിലെ ആ സ്വർഗത്തിലെ ദുഷ്ടാത്മസേന ആ സ്വർഗ സ്ഥലങ്ങളിൽ അവന്റെ പൊസിഷൻ അവിടെ നിന്ന് അവനെ വെട്ടി അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ നരകാഗ്നിയിലേക്ക് പോകുന്നതിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ സാത്താൻ അതിനെതിരായിട്ട് ആരെയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുക. ഈ പദ്ധതി ഒരു മനുഷ്യനും അറിയരുതെന്ന് സാത്താൻ ആഗ്രഹിക്കുന്നു. അതിനെന്ത് ചെയ്താൽ അതിനെ സക്സസ്ഫുള്ളി ഇതിനെ ലോകത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും? സാത്താൻ ഭോഷ്കിന്റെ അപ്പനുമാണ്. അതുകൊണ്ട് തന്നെ അവൻ നമ്മൾ വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു സുവിശേഷം ഇതിന് ബദലായിട്ട് ഇറക്കിയിരിക്കുക. ഞാൻ നിങ്ങളെ 2 യഹൂദീയ പദ്ധതികളെ കാണിച്ചു. ഒന്ന് ഒരു ട്രഡീഷണൽ ജ്യൂവും ഒന്ന് ലിറ്റിൽ ഫ്ലോക്സ് എന്ന് പറയുന്ന ചെറിയ കൂട്ടവും. ഇത് രണ്ടും യഹൂദന്മാരുടെ പദ്ധതിയാണ്. എന്നാൽ ഈ പദ്ധതി മുഴുവനും ദൈവം കൈവിട്ടിരിക്കുന്നത് യഹൂദൻ ആസ് എ ഹോൾ, ഇസ്രായേൽ ആസ് എ ഹോൾ ദൈവത്തിനെതിരെ തിരിഞ്ഞതുകൊണ്ടും പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുകയും ചെയ്ത് അതിനെതിരായിട്ട് സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്ന ആ പരിശുദ്ധാത്മ ദൂഷണം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഇൻസ്റ്റൻസ് വന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ കൈവിട്ടിരിക്കുക. അവരെ താൽക്കാലികമായിട്ട് കഴിഞ്ഞ 2000 വർഷമായിട്ട് ദൈവം അവരെ കൈവിട്ടിരിക്കുക. അവരുടെ വാഗ്ദത്ത പദ്ധതികൾ നിറവേറാതെ ആ കാര്യങ്ങൾക്കൊരു ഹോൾഡ് വന്നിരിക്കുക. അവിടെയാണ് ഈ കൃപായുഗം എന്ന് പറയുന്ന ഒരു ടൈം പീരീഡ് ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ ആ പദ്ധതി നമ്മൾ അറിയാതിരിക്കാൻ സാത്താൻ ഒരു വലിയ തന്ത്രം ഇവിടെ ജനത്തിനിടയിൽ അവൻ ഇറക്കിയിരിക്കുക. ആ തന്ത്രമാണ് യഹൂദന്റെ 2ാമത്തെ പദ്ധതി. അതായത് ആ ലിറ്റിൽ ഫ്ലോക്സ്, ചെറിയ കൂട്ടം എന്ന് പറയുന്ന ആ പദ്ധതിയാണ് ക്രിസ്തീയ വിശ്വാസം എന്നൊരു വലിയ ബ്ലണ്ടർ അവൻ ഈ ലോകത്തിൽ പ്രചരിപ്പിച്ചിരിക്കുക. ഇതിൽ നിന്ന് ഓൾമോസ്റ്റ് 99.9% ക്രിസ്ത്യാനികളും അതിൽ നിന്ന് വിശ്വസിച്ചിരിക്കുക. ആ ലിറ്റിൽ ഫ്ലോക്സ് എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ആ ചെറിയ കൂട്ടം എന്ന് പറയുന്നതാണ് ക്രിസ്ത്യാനി, അല്ലെങ്കിൽ അതാണ് ക്രിസ്തീയ വിശ്വാസം. ആ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ പറഞ്ഞിരിക്കുന്നതും അതിലുള്ള ഉപദേശവുമാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് സാത്താൻ ഇന്ന് ഈ ലോകത്തിൽ പ്രചരിപ്പിച്ചിരിക്കുക. അങ്ങനെ അവൻ ക്രൂശിന് പകരം വേറൊരു സുവിശേഷം, യേശുക്രിസ്തുവിന്റെ സുവിശേഷം തന്നെ, പക്ഷെ വേറൊരു സുവിശേഷം ഇവിടെ പ്രചരിപ്പിച്ചിരിക്കുക. ഈ സുവിശേഷം അവൻ ഗലാത്യ സഭയിലും പ്രചരിപ്പിച്ചപ്പോൾ പോൾ ജീവനോടിരിക്കുക. പോൾ അതുകൊണ്ടാണ് ഗലാത്യരോട് പറയുന്നത്, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഞാൻ വരച്ച് കാട്ടിയിരിക്കുക, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കത് ആരെന്ന് ചോദിച്ചത് അതാണ്. ആ പ്രോബ്ലം അന്ന് മുതൽ സാത്താൻ ഉലകം മുഴുവനും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ പദ്ധതിക്കെതിരായിട്ടാണ് പോൾ പറയുന്നത്, അത് വേറൊരു സുവിശേഷം, അത് വേറൊരു യേശു, അത് വേറൊരു ആത്മാവിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ. ആ ഒരു സുവിശേഷത്തെ സാത്താൻ കോൺക്രീറ്റ് ആയിട്ട് ഉറപ്പിച്ചിരിക്കുക. അതാണ് ക്രിസ്തീയ മാർഗം എന്ന് പറഞ്ഞിട്ട് ദൈവം കൈവിട്ട ആ യഹൂദ പദ്ധതിക്ക് സാത്താൻ ജീവൻ കൊടുത്തിട്ട് അത് ക്രിസ്തീയ മാർഗം എന്നൊരു ലേബലിൽ അവൻ ഇറക്കിയിരിക്കുക. അങ്ങനെ അതിന്റെ ശുശ്രൂഷകന്മാരായിരുന്ന, അതിന്റെ അപ്പോസ്തലന്മാരായിരുന്ന 12 അപ്പോസ്തലന്മാരെ ഇന്ന് ക്രിസ്തീയ മാർഗത്തിന്റെ അപ്പോസ്തലന്മാരായിട്ട് മാറ്റിയിരിക്കുക.
ഇന്ന് അവരുടെ എല്ലാവരുടെയും മേലെ, പള്ളിയുടെ മേലെ പള്ളി പണിതിരിക്കുക. സെയിന്റ് തോമസ് എന്നും സെയിന്റ് പീറ്റേഴ്സ് എന്നും സെയിന്റ് ജോൺ എന്നൊക്കെ പറഞ്ഞ് അപ്പസ്തോലിക ഉപദേശത്തിൽ ഞങ്ങൾ നിൽക്കുന്നു എന്നൊരു വലിയ ധാരണ ജനത്തിന് കൊടുത്ത് അവരുടെ മേലെ പള്ളി പണിതിരിക്കുക. അവർ കൂടി വന്നപ്പോൾ ദൈവം വാഗ്ദത്ത പ്രകാരം അവരുടെ മേൽ പരിശുദ്ധ ആത്മാവിനെ പകർന്ന പെന്തക്കോസ്ത് നാള് ഈ ക്രിസ്തീയ സഭയുടെ ആരംഭ ദിവസം എന്ന് വരുത്തി തീർത്തിരിക്കുക. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ കൂടി ദൈവം അവരോട് പറഞ്ഞ ആ സുവിശേഷം മുഴുവനും ഇന്ന് ക്രിസ്തീയ സുവിശേഷമായിട്ട് മാറ്റിയിരിക്കുക. അവരോട് ദൈവം കൊടുത്തിരുന്ന അലംഘനീയമായ കൽപ്പനയും അവരോട് കൊടുത്തിരിക്കുന്ന ആ ഗ്രേറ്റ് കമ്മീഷൻ, മഹാനിയോഗം ഇന്ന് ക്രിസ്ത്യാനിയുടെ മഹാനിയോഗമായിട്ട് മാറിയിരിക്കുക. അങ്ങനെ സാത്താൻ സക്സസ്ഫുള്ളി ക്രിസ്തീയ വിശ്വാസത്തെ ഈ ഒരു ആത്മീക ഇസ്രായേലാക്കി മാറ്റിയിരിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് ക്രിസ്ത്യാനിയെ നോക്കിക്കഴിഞ്ഞാൽ അവൻ സിയോൻ സഞ്ചാരിയായിട്ട് ക്രിസ്തീയ നാടിനെ, അല്ലെന്നുണ്ടെങ്കിൽ ആ വാഗ്ദത്ത ഇസ്രായേലിനെ നോക്കി ഓടിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ആ രാജാതി രാജാവായിട്ടുള്ള രണ്ടാം വരവിനെയും പുത്തനാം യെരുശലേമിനായിട്ടും കാത്തിരിക്കുന്നു. ഏറ്റവും പാത്തറ്റിക് സിറ്റുവേഷനിലേക്ക് ക്രിസ്തീയ വിശ്വാസത്തെ കൊണ്ടെത്തിക്കുവാൻ സാത്താന് വളരെ വിജയകരമായിട്ട് സാധിച്ചിരിക്കുക. അതിന്റെ ഫലമായിട്ട് ഈ വീണ്ടും ജനനവും ജലസ്നാനവും കാത്തിരിപ്പും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തിയും രോഗശാന്തിയും ഈ വിധ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് ക്രിസ്തീയ ഉപദേശമാക്കി അവൻ പരിപൂർണമായിട്ട് തീർത്തിരിക്കുക. ഇന്ന് സാത്താൻ ഈ മാർഗത്തെ ഡിവൈഡ് ചെയ്ത് ഭരിക്കുക. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ബ്രിട്ടീഷ് തന്ത്രം മാതിരിയുള്ള സാത്താന്യ തന്ത്രമാണ് അത് ഒറിജിനലി. ആ തന്ത്രം ഇന്ന് അവൻ ഉപയോഗിച്ചിരിക്കുക. ഇന്ന് 45,000-ലേറെ ഡിവിഷനായിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് സാത്താൻ അതിന്റെ മേലെ വാണുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അതിന്റെ ആ സീരിയസ്നെസ് ഉൾക്കൊള്ളുവാൻ പറ്റുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉട്ടോപ്യയിൽ നിന്നും ഈ ഉപദേശത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ചില വീരന്മാര് വെളിച്ച ദൂതന്റെ വേഷം ധരിച്ച് അനേക നിരപരാധികളെ ഈ നിത്യ നരകത്തിനായിട്ട് ഈ മാർഗത്തിലൂടെ ഒരുക്കിക്കൊണ്ടിരിക്കുക. സത്യസുവിശേഷം പ്രസംഗിക്കുന്നവർക്കെതിരായിട്ട് ഈ സത്യം എടുത്തു കാണിക്കാൻ പരിശ്രമിക്കുന്ന എന്നെ പോലെ ദ ഗേറ്റ് മിനിസ്ട്രീസ് ഉള്ളവർക്കെതിരായിട്ട് നിരുപാധികമായിട്ട് നമ്മളെ ആക്ഷേപിക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. യേശു ക്രിസ്തുവിന്റെ ക്രൂശിന് എതിരായിട്ടാണ് ഇവരൊക്കെ തിരിയുന്നതെന്ന് ഒരു നിമിഷമെങ്കിലും ഇവർ ചിന്തിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക. ഇതാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ക്രിസ്തീയ മാർഗം. കർത്താവിന്റെ ഒന്നാമത്തെ വരവിൽ കപടഭക്തിക്കാരായ മഹാപുരോഹിതനും മറ്റു പുരോഹിത വൃന്ദത്തിനും ഒന്നും കർത്താവിനെ തിരിച്ചറിയുവാൻ കഴിയാതെ അവനെതിരായിട്ട് തിരികുകയും അവന്റെ കുലപാതകന്മാർ എന്ന നിലയിൽ അവർ അവസാനിക്കുകയും ചെയ്തതുപോലെ തന്നെ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെടുന്ന രീതിയിൽ ഇന്നത്തെ ക്രിസന്റമായി തീർന്നിരിക്കുക. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യന് എന്തുകൊണ്ട് കാഹളം ധ്വനിച്ചപ്പോൾ നാം എടുക്കപ്പെട്ടില്ല എന്നുപോലും മനസ്സിലാകാത്ത രീതിയിൽ അവരെ ഈ തന്ത്രത്തിൽ സാത്താൻ തളച്ചിരിക്കുക. ഹാഡ് ദൈ നോൺ ഇറ്റ് they would not have crucified the Lord of glory എന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സാത്താന്യ സൈന്യം ഇന്നൊരു തെറ്റായ സുവിശേഷത്തെ ക്രിസന്റത്തിൽ പരത്തിയിരിക്കുക. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ താങ്കൾ രക്ഷിക്കപ്പെടുന്ന ഒരു സുവിശേഷവും പറഞ്ഞിട്ടില്ല. അത് കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ യഹൂദന്മാരോട് പറഞ്ഞിരിക്കുന്ന സുവിശേഷമാണ്. അൺഫോർച്ചുനേറ്റ്ലി അവർ കർത്താവിനെ അംഗീകരിക്കാഞ്ഞ കാരണം ഈ സുവിശേഷം അവർ അംഗീകരിച്ചിട്ടില്ല. നമ്മുടെ സുവിശേഷം കർത്താവ് കാൽവറിയിലൂടെ നിവർത്തിച്ചിരിക്കുന്ന രക്ഷണ്യ പ്രവൃത്തിയാണ്. ഇറ്റ് ഈസ് ക്രോസ് പ്ലസ് നത്തിങ്. ആ കാൽവറിയിലൂടെ ഒഴുകിയിരിക്കുന്ന തങ്ക രക്തത്തിലാണ് താങ്കൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ ജലസ്നാനത്തിന്റെയും മാനസാന്തരത്തിന്റെയും കാത്തിരിപ്പിന്റെയും ഒക്കെ ഉപദേശം വരുന്നു കഴിഞ്ഞാൽ ആ ക്രൂശ് വ്യർത്ഥമായി പോവുക. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ് സ്നാനം കഴിപ്പിക്കാനല്ല, ക്രൂശ്, കർത്താവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടത്. ലെസ്റ്റ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ബി മെയ്ഡ് ഓഫ് നൺ എഫക്ട്. എന്നെ സ്നാനം കഴിപ്പിക്കാനല്ല, മറിച്ച് കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കാനാണ് അയച്ചിരിക്കുന്നതെന്ന് പൗൽ പറയാൻ കാര്യം അതാണ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ, മനസ്സിലാക്കട്ടെ. കർത്താവിനെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടെങ്കിൽ ഇത് അവർക്ക് മനസ്സിലാകട്ടെ എന്ന് ഞാൻ തൽക്കാലം പറഞ്ഞുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് മാറുക. എന്നാൽ ഈ വിഷയത്തിന് അല്പം കൂടെ ക്ലാരിഫിക്കേഷൻ തരുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈയിടെയായിട്ട് ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ പല വെളിച്ചദൂതന്മാരും ഇതിനെതിരായിട്ട് യൂട്യൂബിൽ പല വീഡിയോകളും ഇറക്കുന്നതായിട്ടും ഇടുന്നതായിട്ടും കാണുന്നുണ്ട്. ദൈവഹിതമായാൽ അതിന് മറുപടി തരുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് അതിനായിട്ട് ഞങ്ങളെ സഹായിക്കട്ടെ. കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ട്, ക്രൂശിന്റെ സാക്ഷികളായിട്ട് നെഞ്ചും നെറ്റിയും കാണിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പ്രത്യേകം ഈ വിഷയത്തിനായിട്ട് പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ഒറിജിനൽ വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് പൗലോസ് അപ്പോസ്തലന്റെ സ്നാനം എന്ന വിഷയമായിരുന്നല്ലോ. പൗലോസ് അപ്പോസ്തലനെ ജാതികളുടെ അപ്പോസ്തലനായി ദൈവം വിളിച്ചുവെന്നും
നമ്മുടെ കൃപായുഗം തുറക്കപ്പെടുകയും അനാദി കാലം മുതൽ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന സ്വർഗീയ പദ്ധതി, അതായത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ദൈവസഭ ആരംഭിക്കുകയും ചെയ്തു എന്ന് നമുക്ക് ഇതിനോടകം അറിയാം. ആ മാർഗത്തിൽ ജലസ്നാനത്തിന്റെ ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ അതിനായി ദൈവം വിളിച്ചു വേർതിരിച്ച പൗലോസ് അപ്പോസ്തലൻ പിന്നെ എന്തുകൊണ്ട് ജലസ്നാനം സ്വീകരിച്ചു എന്ന് പലരും ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും അതൊരു ന്യായമായ ചോദ്യം തന്നെയാണ്. എന്നാൽ ദൈവം പോളിനെ ഈ മാർഗത്തിനായിട്ട് വിളിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ, അനേക കാര്യങ്ങളുണ്ട്, പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ വിസ്മരിക്കരുത്. നിങ്ങളുടെ അറിവിനായിട്ട് ഞാൻ പെട്ടെന്ന് പറയാം. നിങ്ങളെ ആ ഒരു ചിന്ത നിങ്ങളെ അത് ഭരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, ഇത് കൃപായുഗമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പാപിയെ രക്ഷിച്ചുകൊണ്ട് ദൈവം ആരംഭിച്ചിരിക്കുന്ന ഒരു ദൈവിക പദ്ധതിയാണ്. അന്ന് ഉലകത്തിലുള്ളതിൽ, ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഉലകത്തിലുള്ളതിലെ നമ്പർ 1 പാപിയെ രക്ഷിച്ചുകൊണ്ട് വേണം ഈ പദ്ധതി ആരംഭിക്കാനായിട്ട്. അന്നത്തെ ഏറ്റവും വലിയ പാപിയായിരുന്നു പൗലോസ് എന്ന് പറയുന്ന, ശൗൽ എന്ന് പറയുന്ന പൗലോസ് അപ്പോസ്തലൻ. ശൗല് ഏറ്റവും വലിയ പാപിയാണെന്ന് പറയാൻ ലോകത്തിലുള്ളതിലെ ക്ഷമ അർഹിക്കാത്ത പാപമാണ് താൻ ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ പാപങ്ങളും ക്ഷമിക്കും. കർത്താവ് തന്റെ വായ്മൊഴിയാൽ പറഞ്ഞതാണ്, കർത്താവിനെതിരായിട്ട്, യേശു ക്രിസ്തുവിനെതിരായിട്ട് ഒരു വാക്ക് പറയുന്നവനോട് പോലും ക്ഷമിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവനോട് ഈ ലോകത്തിലും ക്ഷമിക്കത്തില്ല, വരുവാനുള്ളതിലും ക്ഷമിക്കത്തില്ല. അൺപാർഡനബിൾ സിൻ, അതായത് ക്ഷമ അർഹിക്കാത്ത പാപമാണ് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുക എന്ന് പറയുന്നത്. ആ പാപം ചെയ്തവനാണ് ഏറ്റവും വലിയ പാപി. അതാണ് പൗലോസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ തർസോസുകാരനായ ശൗൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പാപികളിൽ ഒന്നാമനെ രക്ഷിച്ചുകൊണ്ട് പാപികളെ വീണ്ടെടുക്കുന്ന ഈ ഒരു സ്വർഗീയ പദ്ധതി കർത്താവ് ആരംഭിക്കുക. അതുകൊണ്ടാണ് തിമോഥെയോസിന് എഴുതി 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ, ഐ ആം ദ ചീഫ് ഓഫ് ദോസ് സിന്നേഴ്സ് എന്ന് പോൾ പറയാൻ കാര്യം അതാ. ഒന്നാമത്തെ, ലോകത്തിലുള്ളതിൽ ഏറ്റവും വലിയ പാപിയെ രക്ഷിച്ചുകൊണ്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ കൃപായുഗത്തിലെ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സ്വർഗീയ പദ്ധതി. ഇനി ഇതിന്റെ മേലെ ഉള്ള ഒരു പാപിയുമില്ല, ഒരു പാപവുമില്ല കർത്താവിന്റെ രക്തത്താൽ മോചിക്കാൻ കഴിയാത്ത വണ്ണമുള്ളത്. അത് മനസ്സിലാക്കി തരുവാൻ അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ പാപിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. രണ്ടാമതായിട്ട്, ഈ രക്ഷ ജാതികൾക്ക് മാത്രം ഒരുക്കിയിട്ടുള്ളതല്ല, സകല മാനവരാശിക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഉലകത്തിലുള്ള സകല മനുഷ്യർക്കും, ആണെന്നുമില്ല പെണ്ണെന്നുമില്ല, യഹൂദനെന്നുമില്ല യവനെന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെ രക്ഷിക്കപ്പെടുവാനുള്ള ഒരു മാർഗമാണ്. ഇതിനു വേണ്ടിയിട്ട് ദൈവം അർത്തമീസ് ദേവിയുടെ ഒരു ആരാധകനെയോ ബാൽ വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു പൂജാരിയോ ഇതിനുവേണ്ടി വിളിച്ചിരുന്നുവെങ്കിൽ യഹൂദന്മാർ ഒരുത്തര് പോലും ഈ മാർഗത്തിലൂടെ രക്ഷിക്കപ്പെടത്തില്ല. യഹൂദൻ ജാതികളുടെ ഉപദേശത്തിലേക്ക് ചെവി കൊടുക്കത്തു പോലുമില്ല. ദൈവത്തിന് ഈ ഉപദേശത്തിൽ കൂടി സകല മാനവരാശിയും രക്ഷിക്കുന്ന പദ്ധതിയാണ്. അതിന് യഹൂദന്മാരിൽ നിന്ന് ഒരാളെ അല്ലാതെ ദൈവത്തിന് ഇതിന് വിളിക്കുവാൻ കഴിയത്തില്ല. ഈ വസ്തുത നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലന് ചീട്ടു വീഴുന്നതും പൗലോസ് അപ്പോസ്തലനെ ദൈവം ഈ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നതും. ഹല്ലേലൂയ. ഇവിടെ കർത്താവിന്റെ ഒരു ഡയറക്റ്റ് എൻകൗണ്ടർ പൗലോസ് അപ്പോസ്തലന് ഉണ്ടാകുകയാണ്. അത് യെരുശലേമിൽ വെച്ചല്ല, ഒരു ജാതീയ മണ്ണിൽ എത്തിയതിനു ശേഷം യെരുശലേമിൽ നിന്നും സിറിയയിലെ ദമസ്കോസിലേക്ക് പോവുകയാണ്. എന്തിനാ? കുറെ നാളുകളായിട്ട് യെരുശലേമിൽ നിന്ന് ഓടിപ്പോയിരിക്കുന്ന അനേക വിശ്വാസികളുണ്ട്. അവരൊക്കെ സിറിയയിലും ദമസ്കോസിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ചിതറിപ്പോയി. അവരെയൊക്കെ പിടിച്ചു കെട്ടിക്കൊണ്ട് തിരിച്ച് യെരുശലേമിലേക്ക് കൊണ്ടുവരാൻ യെരുശലേമിലെ ആലയത്തിൽ നിന്നും മഹാപുരോഹിതന്റെ എഴുത്തും വാങ്ങിക്കൊണ്ട് ദമസ്കോസിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കൊടുത്തു കഴിയുമ്പോൾ അവിടെ നിന്നും ശുപാർശ കത്തുമാതിരി അവിടെ നിന്നും അവരെ മടക്കി അയക്കാനും അവരെ പിടിച്ചു കെട്ടിക്കൊണ്ട് തിരിച്ച് യെരുശലേമിലേക്ക് വരാൻ പോവുകയാണ്. ഇത് യെരുശലേമിൽ നിന്ന് പോകുമ്പോഴേ ദൈവത്തിന് അറിയാം, ദൈവത്തിന് വേണമെങ്കിൽ യെരുശലേമിൽ വെച്ച് തടയാം. എന്നാൽ യെരുശലേം കഴിഞ്ഞ് ഇസ്രായേലിന്റെ മണ്ണ് കഴിഞ്ഞ് സിറിയ ജാതീയ മണ്ണിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവം പ്രത്യക്ഷനാകുക. ജാതികളുടെ അപ്പോസ്തലനായിട്ട് ഈ ഉലകത്തിലുള്ള സകല മാനവരാശിയെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരു അപ്പോസ്തലനെ അപ്പോയിന്റ് ചെയ്യുക. അതാണ് അപ്പോസ്തലനായ പൗലോസ്. തന്നിൽ കൂടി ദൈവം കൃപായുഗം, അതിനുശേഷം ഒരു കൃപായുഗം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ആരംഭിക്കുക. ഇവിടെ കർത്താവിന്റെ ഒരു ഡയറക്റ്റ് എൻകൗണ്ടർ ദമസ്കോസിൽ വെച്ച് പൗലോസിന് നേരെ ഉണ്ടാകുക. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം അതിന്റെ 11 മുതൽ 18 വരെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു രത്ന ചുരുക്കം അവിടെ കാണുവാനായിട്ട് കഴിയും. 3 അധ്യായങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ പരിശുദ്ധ ആത്മാവ് ഈ വിഷയം നരേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്.
22-ാമത്തെ അധ്യായം, 26-ാമത്തെ അധ്യായം, 9-ാമത്തെ അധ്യായം, 3 അധ്യായങ്ങളാണ് പൗലോസ് അപ്പോസ്തലന്റെ ഈ വിളിയും തെരഞ്ഞെടുപ്പും വിശദീകരിക്കാനായിട്ട് പരിശുദ്ധ ആത്മാവ് അപ്പോസ്തല പ്രവർത്തികൾ ഉപയോഗിച്ചിരിക്കുന്ന 3 അധ്യായങ്ങളിലാണ് ഈ വിഷയം വിവരിച്ചിരിക്കുന്നത്. 9-ാമത്തെ അധ്യായം 11 മുതൽ 18 വരെ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു രത്ന ചുരുക്കം നിങ്ങൾക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. ഞാൻ എൻ്റെ വിഷയം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ദൈവം അനന്യാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പൗലോസിന്റെ അടുക്കിലേക്ക് അയക്കുക. അനന്യാസിനെ പൗലോസിന്റെ അടുക്കിലേക്ക് അയക്കുമ്പോൾ പൗലോസ് ഈ ദൈവിക ദർശനം തനിക്കുണ്ടായിട്ട് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ കർത്താവ് പൗലോസിന്റെ മുന്നിൽ ദമസ്കോസിൽ പ്രത്യക്ഷനാകുക, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാനെന്ന് പറഞ്ഞിട്ട് പോള് താഴെ വീണിട്ട് കണ്ണുപോലും കാണാൻ വയ്യാതെ ഭയങ്കര ഭയപരവശനായിട്ട് താൻ ആയിരിക്കുക. അങ്ങനെ അവിടെ നിന്നും നേർവീതി എന്ന് പറയുന്ന സ്ട്രീറ്റിൽ, ദമസ്കോസിലെ നേർവീതി സ്ട്രൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിലെ യൂദ എന്ന് പറയുന്ന ഒരാളുടെ ഭവനത്തിൽ തന്നെ ആക്കിയിരിക്കുക. 3 ദിവസമായിട്ട് ആഹാരം കഴിച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, താൻ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ ദൈവത്തെ തനിക്ക് കണ്ണുപോലും കാണാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലായിരിക്കുക. ഇവിടെ കർത്താവ് അനന്യാസിനെ ഈ യൂദായുടെ ഭവനത്തിലേക്ക് അയക്കുക. ശൗൽ എന്ന് പറയുന്ന ഒരുവൻ നിന്നെ നോക്കിയിരിക്കുന്നു, പോയി അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞിട്ട് അനന്യാസിനെ അയക്കുക. ഈ അനന്യാസ് അവിടെ ചെന്നിട്ട് അനന്യാസിനോടുള്ള കൽപ്പന നീ പോയിട്ട് ശൗലിനെ സ്നാനപ്പെടുത്തണമെന്നുള്ളതായിരുന്നില്ല. അവന് വേണ്ടി പ്രാർത്ഥിക്കുക. നേർവീതി എന്ന സ്ട്രീറ്റിൽ യൂദായുടെ ഭവനത്തിൽ ചെന്ന് നീ ശൗലിനെ തിരയുക, അന്വേഷിക്കുക, അവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കർത്താവ് കൊടുത്തിരിക്കുന്ന കൽപ്പന. എന്നാൽ ഈ അനന്യാസ് എന്ന് പറയുന്ന ആ ചെറിയ കൂട്ടം, ലിറ്റിൽ ഫ്ലോക്സ് എന്ന് പറയുന്ന ആ കൂട്ടത്തിന്റെ ഭാഗമാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പന വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക എന്നുള്ളതാണ്. അനന്യാസിന് അറിയാവുന്നത് അതാണ്. തൻ്റെ മേൽ കൈവച്ചു പ്രാർത്ഥിച്ചു, തൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ വീഴുന്നത് പോലെ ആ കണ്ണിൽ നിന്നൊരു പാട പൗലോസിന്റെ കണ്ണിൽ നിന്ന് വീണുപോവുകയും പൗലോസ് സുഖം പ്രാപിക്കുകയും ചെയ്തതിനു ശേഷം തന്നെ സ്നാനപ്പെടുത്തുന്നുണ്ട്. എഴുന്നേറ്റ് കഴുകി നിന്റെ പാപത്തെ കഴുകി കളയുക എന്ന് അനന്യാസ് പറയുന്നുണ്ട്. കാര്യം അത് അനന്യാസിന് അറിയാവുന്ന ദൈവിക പദ്ധതിയാണ്. അതാണ് ഇവിടെ അനന്യാസ് പൗലോസിന് വേണ്ടി ചെയ്യുന്നത്. ഇവിടെ പോളിന് അതിനെ നിഷേധിക്കാൻ കഴിയത്തില്ല. നിങ്ങളൊരു സാമാന്യ ബുദ്ധി അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് ഇവിടെ ഉപയോഗിക്കണം. പോളിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് അതിനെ തടയാൻ കഴിയത്തില്ല. പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളിനെ വിളിച്ചിരിക്കുന്നതിന്റെ പർപ്പസ് എന്താണെന്ന് അറിയത്തില്ല. വിളിച്ച് 3 ദിവസമായുള്ള കണ്ണ് പോലും കാണാൻ വയ്യാതെ താൻ യൂദ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലാക്കിയിരിക്കുക. ഇതിന് ശേഷം ഏകദേശം ഒരു 25 വർഷം കൊണ്ടാണ് ദൈവിക പദ്ധതി എന്താണെന്ന് ദൈവം പോളിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. വെളിപ്പാടിന്റെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ, മനസ്സിലായ, ഒരു ശൂലം തന്നിരിക്കുന്നു എന്ന് പറയുന്ന പോലെ അടുത്ത ഒരു ക്വാർട്ടർ ഓഫ് എ സെഞ്ചുറി, 25 വർഷം, ഏകദേശം 30 വർഷത്തിന് മേലെ കൊണ്ടാണ് പോളിന് ആ സ്വർഗീയ മർമ്മം എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഇത് വിളിച്ചതിന്റെ പിറ്റേ ദിവസത്തെ കാര്യമായി പറയുന്നത്. എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു? ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പദ്ധതി എന്താണ്? ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് എന്ന് പറയുന്ന കാലഘട്ടം എന്താണ്? ഇതൊന്നും പോളിന് അറിയത്തില്ല. അനന്യാസ് സ്നാനപ്പെടുവാനായിട്ട് പറയുമ്പോൾ താൻ അതിനുവേണ്ടി സമർപ്പിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ തനിക്ക് വേറെ മാർഗമില്ല തന്റെ മുമ്പിൽ. രണ്ടാമതായിട്ട് ഇതൊരു യഹൂദിയ പദ്ധതി. ഒരിക്കൽ രക്ഷിക്കപ്പെടുകയും ഒരാൾ ആ ഒരു ശിഷ്യത്വത്തിലേക്ക് വരികയും ഡിസൈപ്പിൾഷിപ്പിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ഇടയിൽ ചെയ്യുന്ന ഒരു പ്രക്രിയയും ഒരു ശുശ്രൂഷയുമാണ് ഈ ജലസ്നാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് പോളിനെ സംബന്ധിച്ചിടത്തോളം അതെന്തോ ഔട്ട് ഓഫ് ദ ബ്ലൂ ഒരു സംഗതി ആയിരുന്നില്ല. അത് സാധാരണയായിട്ട് ഒരാൾ മടങ്ങി വന്നു കഴിയുമ്പോൾ, മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ, ശിഷ്യത്വത്തിന് വേണ്ടി വിധേയപ്പെട്ട് കഴിയുമ്പോൾ അവർ സ്വീകരിക്കാറുള്ള സ്നാനം തന്നെയാണ് ഈ സ്നാനം, ജലസ്നാനം. അതുകൊണ്ട് പോളിന് അതിനെ തടയേണ്ടെന്ന് ആവശ്യമില്ലായിരുന്നു. ഇനി മൂന്നാമതൊരു കാര്യം, ഈ സ്നാനം സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ പൗലോസ് അപ്പോസ്തലനെ ഈ ചെറിയ കൂട്ടം അംഗീകരിക്കത്തില്ല. 12 പേരുടെ കൂടെ ശുശ്രൂഷിക്കാനോ 12 പേരുടെ കൂടെ ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അവരോട് ചേർന്ന് ഈ കാര്യങ്ങളെ പങ്കുവെക്കുവാനോ അവരോട് അടുക്കുവാനേ സമ്മതിക്കത്തില്ല. യഹൂദന്മാര് ഈ 12 പേരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ആ ചെറിയ കൂട്ടം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പൗലോസിനെ തങ്ങളുടെ കൂടെ ചേർക്കാനേ ഇടയാകത്തില്ല. അതുകൊണ്ട് തന്നെ പോള് ആ ഒരു സ്നാനം സ്വീകരിച്ചു എന്ന് പറയുന്നതിൽ ഒരു വലിയ തെറ്റ് നമുക്ക് പറയുവാനായിട്ട് കഴിയത്തില്ല. പോൾ അതിനെതിര് പറയാഞ്ഞത് ഈ കാരണങ്ങളാലാണ്. കാരണം അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പോളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമായിരുന്നു. എന്താണ് തന്നിൽ കൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ വിഷയത്തിന് വേണ്ടി ദൈവം തന്നെ വിളിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായിരിക്കുന്നുവെങ്കിലും എന്താണെന്നൊരു ക്ലാരിറ്റി അതിനെക്കുറിച്ച് തനിക്ക് ലഭിച്ചിട്ടില്ല.
എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ പോളിനെ വിളിച്ച വിളിക്കായിട്ട് വേർതിരിക്കാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ ആ സഭയോട് അറിയിക്കുക, പോളിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് അറിയിക്കുകയും അതിനു വേണ്ടിയിട്ട് അവരെ വിളിച്ച് വേർതിരിക്കുകയും ചെയ്യുക. അതിനുശേഷം വെളിപ്പാടുകളിൽ കൂടി ദൈവം എന്തിനു വേണ്ടി തന്നെ വിളിച്ചിരിക്കുന്നു എന്ന് പോളിന് ദൈവം വ്യക്തമാക്കി കൊടുത്തിരിക്കുക. അങ്ങനെ 13 ലേഖനങ്ങളിലായിട്ട് അത് എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. സഭാ ലേഖനങ്ങളെന്നും ഇടയ ലേഖനങ്ങളെന്നും അറിയപ്പെടുന്നത് ആ 13 ലേഖനങ്ങളാണ്. എന്തിനായിരിക്കണം സഭ ഉറച്ചു നിൽക്കേണ്ടുന്നത്, എന്തായിരിക്കണം, ഏത് ഉപദേശത്തിൽ കൂടിയാണ് സഭയെ പരിപാലിക്കേണ്ടുന്നത്, സഭാ ലേഖനങ്ങളും ഇടയ ലേഖനങ്ങളുമായിട്ട് 13 ലേഖനങ്ങൾ എഴുതി നമുക്ക് തന്നിരിക്കുക. അതിൽ താൻ വ്യക്തമാക്കുകയാ, ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത് ജലസ്നാനമല്ല, പ്രത്യുത അത് പരിശുദ്ധാത്മ സ്നാനമാണ്. തൻ്റെ 13 ലേഖനങ്ങളിൽ കൂടെയും താൻ അത് വ്യക്തമായിരിക്കുക. പൗലോസ് അപ്പോസ്തലന്റെ ഈ ഉപദേശമാണ് ക്രിസ്തീയ ഉപദേശം എന്ന് പറയുന്നത്. അതിൽ ഒന്നും തന്നെ യഹൂദിയ വാട്ടർ ബാപ്റ്റിസത്തിന്റെ ഒരു പരാമർശം പോലും ഈ 13 ലേഖനത്തിലും പോൾ പറയുന്നില്ല. താൻ പറഞ്ഞിരിക്കുന്ന എല്ലാ ലേഖനങ്ങളും പരിശുദ്ധ ആത്മാവിനാൽ നാം കർത്താവിനോട് ചേരുന്ന സ്നാനമാണ്. നാം യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും അവന്റെ മരണ അടക്ക പുനരുദ്ധാനത്തോട് ചേരുവാൻ ഏകീഭവിക്കുവാൻ സ്നാനമേറ്റിരിക്കുന്നു. ആ പരിശുദ്ധാത്മ സ്നാനമാണ് ഈ ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത്. എന്നാൽ യഹൂദിയ ലിറ്റിൽ ഫ്ലോക്സ് ആണ്, അല്ലെങ്കിൽ യഹൂദിയ ആ ചെറിയ കൂട്ടമാണ് ക്രിസ്ത്യാനികൾ എന്ന് പഠിപ്പിച്ചിരിക്കുന്ന, സാത്താനാൽ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ ദുരുപദേശത്തിന് കുടപിടിക്കുന്ന ക്രിസ്തീയ നേതാക്കന്മാർക്ക് ഈ സത്യം മനസ്സിലാകാതെ ഈ തെറ്റായ ഉപദേശങ്ങൾ ദിവസം തോറും അത് പ്രചരിപ്പിക്കുകയും ആയിരങ്ങളെ ഈ തെറ്റിലേക്ക് അകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. കാരണം അവർക്ക് ഈ സത്യ സുവിശേഷം ശോഭിക്കാതിരിക്കാൻ സാത്താൻ ഇന്നും അവരുടെ കണ്ണ് കുരുടാക്കിയിരിക്കുക. കർത്താവിന്റെ ഈ തേജോമയമായ ഈ സുവിശേഷം, ഈ ഗ്ലോറിയസ് ഗോസ്പൽ, ഇത് മനസ്സിലാകാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവരുടെ കണ്ണ് കുരുടാക്കിയിരിക്കുക. ചെവിയുള്ളവൻ കേൾക്കട്ടെ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ അത് ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ഈ പൗലോസ് അപ്പോസ്തലന്റെ സ്നാനം അതെന്താണ്, ഏത് സാഹചര്യത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ ആ സ്നാനത്തിന് വിധേയനാകുന്നത്, പൗലോസ് അപ്പോസ്തലൻ വിധേയനാക്കപ്പെട്ട ആ സ്നാനം ഇന്ന് നമുക്ക് ക്രിസ്തീയ മാർഗത്തിൽ ഒരു ഉപദേശമായി സ്വീകരിക്കാൻ മാത്രം അതിന് പിൻബലമുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ നിർബന്ധത്താലും സാഹചര്യത്താലും സ്വീകരിക്കപ്പെടേണ്ടി വന്ന ജലസ്നാനം, അതിന്റെ സാഹചര്യത്തിൽ അതിന്റെ ബേസിസിൽ ഇന്ന് അതൊരു ഉപദേശമായിട്ട് പഠിപ്പിക്കുവാൻ കഴിയുമോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുവാൻ വിട്ടുതന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുവാനായി.